നാമത്തിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം എന്റെ 3-ാമത്തെ വാക്യം. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വിശ്വസ്തൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ ദുഷ്ടന്റെ കയ്യിൽ വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, നമ്മെ ദൈവകരങ്ങൾ ഉറപ്പിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന പരിശുദ്ധാത്മാവിലൂടെ പൗലോസ് നമുക്ക് നൽകുന്ന ശക്തമായ ഒരു ആലോചനയാണ് വായിച്ചു കേട്ട വചനം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ഈ ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ ഒരു വശത്ത് കർത്താവ് നമ്മളെ സ്ഥിരപ്പെടുത്തുകയാണ്. ഇവിടെ ചിന്തിച്ചു നോക്കിയ കർത്താവ് നമ്മെ അനുദിന ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുന്നു. മറുവശത്ത് നമ്മെ തിന്മയിൽ നിന്നും കർത്താവ് കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധി നമ്മെ സ്ഥിരപ്പെടുത്തി നിർത്തുമ്പോൾ തന്നെ തിന്മയിൽ നിന്നും ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. മറ്റൊരു തരത്തിൽ കർത്താവ് ഓരോ ദിവസവും നമ്മെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മെ സൃഷ്ടിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 5:17 വെച്ചുള്ള ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അപ്പൊ ക്രിസ്തുവിലാകുന്ന വ്യക്തി പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും നാം കർത്താവിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അതാണ് ആത്മജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അതാത് സമയത്ത് തന്നെ സാത്താനെയും തിന്മയും, ഹല്ലേലൂയ, എതിർത്ത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അവിടെയും ദൈവം നമ്മെ തന്റെ കരങ്ങളിൽ ഉറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താണ്, നമ്മളെ കർത്താവ് ഹല്ലേലൂയ സ്ഥിരപ്പെടുത്തുന്നു, തിന്മയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു, കർത്താവിനെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ തന്നെ സാത്താൻ കൊണ്ടുവരുന്ന സകല തിന്മയിൽ നിന്നും എതിർത്ത് നിൽക്കുവാനുള്ള ബലം ദൈവം നമുക്ക് തരിക. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് പൗലോസിന്റെ ആത്മജീവിതത്തിന് ശുശ്രൂഷയ്ക്കകത്തും ദൈവത്തിന്റെ കരുതൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചത്, കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളുമെന്ന് പറയുന്നത് പൗലോസിന് മാത്രമുള്ള ദൂതല്ല, നമുക്കെല്ലാവർക്കുള്ള ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ കാത്തുകൊള്ളുന്നത് കൊണ്ടുമാണ് നാം ഇവിടെ ജീവിക്കുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. പിശാച് ഏതു വിധത്തിലും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നമ്മെ പാപത്തിൽ അഴ്ത്തുവാൻ, ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയുവാനുള്ള സൂത്രങ്ങളുമായിട്ട് അവൻ നമ്മെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നമ്മോട് പറ്റിച്ചേർന്നിരിക്കാൻ ശ്രമിക്കും, പറ്റിക്കൂടി നടക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷങ്ങളും നാം യേശുക്രിസ്തുവിൽ സുരക്ഷിതരായിരിക്കണമെന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചു കുഞ്ഞ്, പിഞ്ചു കുഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ, അല്ലേ, ആ കുഞ്ഞ് അതിന്റെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്നത് പോലെ തന്നെ, മക്കളെ, കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ആ കുഞ്ഞെന്താണ്, അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എപ്പോഴും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലും ശത്രു നമ്മെ തകർക്കുവാൻ, റാഞ്ചിയെടുക്കുവാൻ വേണ്ടിയിട്ട് കഴുകൻ നമുക്ക്, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിന് മീതെ പരിധി വട്ടമിട്ട് പറക്കുന്ന പോലെ പിശാച് തന്ത്രങ്ങളുമായിട്ട് നടക്കുക. ഹല്ലേലൂയ. കണ്ടോ, അവിടെയാണ് ദൈവത്തിന്റെ കരുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ദൈവം എത്ര നല്ല വിശ്വസ്തനാണ് പ്രിയരെ. ഹല്ലേലൂയ. സഹോദര സഹോദരി, ദൈവം നിന്നോട് എത്ര നല്ല വിശ്വസ്തതയെ കാണിക്കുന്നേ. ഹല്ലേലൂയ. നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം, ഹല്ലേലൂയ, കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, 2 തെസ്സലോനിക്കർ ലേഖനം, ഹല്ലേലൂയ, എന്റെ 3-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപരിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നും, ഹല്ലേലൂയ, ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിന്ന് പൗലോസ് പറയുക.
അപ്പൊ ഈ ഭൂമിയിൽ ആരുണ്ട്? വല്ലാത്തവരും ദുഷ്ടന്മാരുമുണ്ട്. ലേലിയ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, പ്രാർത്ഥനയാണ് നമുക്കും ആവശ്യം. ലേലിയ എന്നിട്ട് പൗലോസ് പറയും, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവ് വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളുവെന്ന്. എല്ലാവർക്കും വിശ്വാസമില്ല, പക്ഷെ വിശ്വസിക്കുന്നവരെ ദൈവം കാത്തുകൊള്ളും. വല്ലാത്തവരും ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ട് നാം തിന്മയിലേക്ക് പോകാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം. പൗലോസ് പറയുന്ന വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ശേഷമാണ് കർത്താവ് വിശ്വസ്തൻ എന്ന് പൗലോസ് പറയുന്നത്. കർത്താവിന്റെ ഗുണലക്ഷണങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത. അല്ലേലി നമ്മുടെ കർത്താവിന്റെ ഗുണവിശേഷങ്ങളിൽ അതിപ്രാധാന്യമേറിയതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അവൻ വിശ്വാസികളെ ഉറപ്പിച്ച് കാത്തുകൊള്ളും. കർത്താവ് തനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നല്ല, തെസ്സലോനിക്ക വിശ്വാസികൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് പൗലോസ് പറയുന്നത്. എന്താ ചിന്തിച്ച് നോക്കിയായിട്ട്, കർത്താവ് തനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നല്ല, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾക്ക് നമ്മുടെ കർത്താവ് എന്തും ചെയ്യുമെന്ന്. ലേലിയ അതുകൊണ്ട് ഓർത്ത് നോക്കുക പ്രിയരെ, കർത്താവ് എന്ത് ചെയ്യുമെന്നോർത്ത് നീ ഭാരപ്പെടാതെ നിന്റെ ജീവിതത്തിന്റെ സകല വിഷയങ്ങൾക്കകത്തും ദൈവം പ്രവർത്തിക്കും. എന്തും ചെയ്യാൻ ദൈവം സന്മനസ്സുള്ളവനാണ്, വിശ്വസനാണ്. നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളെ നടുവില് അല്ലേലിയ നിന്നെ കാത്തു സൂക്ഷിച്ച് നിനക്ക് വീണ്ടുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും തന്ന്, നിനക്ക് ആവശ്യമായ സകല വിടുതലുകളും തന്ന്, സൗഖ്യം തന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുവാൻ യേശു നിന്നോട് കൂടെയുണ്ട്. രക്തജയം പൗലോസ് പറയുന്നത് അതാണ്. അല്ലേലിയ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നത്, അപ്പോസ്തലൻ പറയുന്നത്, കർത്താവ് തന്റെ മക്കളെ പരീക്ഷയിൽ നിന്ന് കാക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് അല്ലേലിയ തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തുകയാണ്. അല്ലേലിയ അപ്പൊ മനുഷ്യനല്ലേ പരീക്ഷകൾ കടന്നു വരാം, പരിശോധനകൾ കടന്നു വരാം, വെല്ലുവിളികളൊക്കെ കടന്നു വരാം. എന്നാൽ നാം അതിലേക്ക് വീണു പോകാത്ത വിധത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. വിശ്വാസികളെ, ദൈവഭക്തന്മാരെ ദൈവം കാത്തു സൂക്ഷിച്ച് ഉള്ളങ്കരങ്ങളിൽ കൊണ്ട് നടക്കുക. രക്തജയം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ ഭൂമിയിൽ ആമേൻ ജീവിക്കുന്നെങ്കിലും നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിലാണ്, നിങ്ങൾ കർത്താവിന്റെ ഉള്ളങ്കരങ്ങളിലാണ്. രക്തജയം. അപ്പം കർത്താവിന്റെ ഉള്ളങ്കരങ്ങളിൽ നിങ്ങളെ ആമേൻ വഹിക്കുന്നത് കൊണ്ട് വല്ലാത്തവരും ദുഷ്ടന്മാരുടെയും കയ്യിൽ നിങ്ങൾക്കൊരിക്കലും വീഴുവാൻ സാധ്യമല്ല. അവരുടെ കയ്യിൽ നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല കർത്താവ്. കാരണം കർത്താവ് നിങ്ങൾ അത്രമാത്രം സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതിന്റെ എല്ലാവരും സഹോദരൻ 5-ാം വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ എന്താണ്? ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്ന് തെസ്സലോനിക്ക സഭയോട് പറയുക. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ആത്മീയ ജീവിതം മുഴുവൻ ദൈവ സ്നേഹത്താൽ നിറഞ്ഞതായിരിക്കണം. പ്രൈസ് ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതം, നിങ്ങളുടെ ആത്മീയ ജീവിതം, എന്റെ ആത്മീയ ജീവിതം എന്താണ്? കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞതായിരിക്കണം. രക്തജയം. കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ, കർത്താവിന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ ജീവിതത്തെ ആമേൻ തകർക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കാരണം നിങ്ങൾ ദൈവ സ്നേഹത്തിനകത്താണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സഹിഷ്ണുതയുടെ ഹല്ലേലൂയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ സഹിഷ്ണുത നിങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ നിങ്ങൾക്ക് ശരിയായ ഒരു ആത്മീയ നിലവാരം പുലർത്തി നല്ല സന്തോഷകരമായി അനുഭവത്തിപ്പാൻ കഴിയുള്ളൂ. രക്തജയം. അപ്പൊ തെസ്സലോനിക്ക സഭയുടെ സകല വിഷയങ്ങളും പരിഹരിച്ചു കൊടുക്കുവാൻ, തെസ്സലോനിക്ക വിശ്വാസികൾക്ക് എന്തും ചെയ്തു കൊടുക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസനായതുപോലെ ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ചെയ്തു തരുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകുവാൻ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ, വല്ലാത്തവരും ദുഷ്ടന്മാരുമായവരുടെ തന്ത്രങ്ങൾ നിങ്ങൾ വീണു പോകാതെ നിങ്ങളെ സുരക്ഷിതമായി ഒരു ദിവസം പരിപാലിക്കുവാൻ
യേശു നിന്നോട് കൂടെയുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പ്രഭാതത്തിൽ നീ കണ്ണ് ചിമ്മി എഴുന്നേറ്റ് വരുന്ന സമയം തൊട്ട് യേശു നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന ജീവിത യാത്രയിൽ വല്ലാത്തവരും ദുഷ്ടന്മാരുമായിരിക്കുന്ന ചതിയന്മാരുടെ കയ്യിൽ നിങ്ങൾ അകപ്പെട്ട് നിങ്ങൾ അപായപ്പെട്ടു പോകാതെ, അല്ലേരിയ, കർത്താവ് നിങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന് രക്തം ചെയ്യാം. നിന്റെ ജോലി മേഖലയിൽ, നിന്റെ ഓഫീസ് വർക്കുകളിൽ, നിന്റെ ബിസിനസ്സിനകത്ത്, നീ കഠിനമായി ചെയ്യുന്ന ഏതു വേലയാണോ ആ ശുശ്രൂഷയ്ക്കകത്തെല്ലാം, ആ ജോലിക്കകത്തെല്ലാം ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട് നിന്നോട്. രക്തം ചെയ്യും. അതാണ് കർത്താവ് അത്ര വിശ്വസ്തൻ. അതുകൊണ്ടാണ് ദൈവം എന്താ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഈ ലോകത്തിൽ അങ്ങനെ ഒരു വിശ്വസ്തനില്ല. ഈ ലോകത്തിൽ മനുഷ്യരുടെ അങ്ങനെ ഒരു വിശ്വസ്തനില്ല. കർത്താവിനെ പോലെ വിശ്വസ്തന ഈ ലോകത്തിൽ ആരുമില്ല. സ്തോത്രം. ഈ ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്, അനവധി ദൈവങ്ങളുണ്ട്, അനവധി അവതാരങ്ങളുണ്ട്. അല്ലേലിയ, അവരൊന്നും വിശ്വസ്തരായിരുന്നില്ല. അല്ലേലിയ, അവരെല്ലാം ഒരു മനുഷ്യനിൽ നിന്ന് ജന്മം കൊണ്ടവരാ. പലരും പല അവതാരങ്ങൾ. അല്ലേലിയ, പലതും ഐതിഹ്യങ്ങളാണ്. അല്ലേലിയ, അവരൊന്നും വിശ്വസ്തനല്ല. എന്നാൽ വിശ്വസ്തൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ നീ അനുഭവിക്കുന്ന സങ്കടങ്ങളുണ്ടല്ലോ, നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, ഇന്ന് നീ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളില്ലേ, ലേരിയ, അതിനകത്ത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ലേരിയ. അതുകൊണ്ട് ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇവിടെ നാം ദൈവവചനം വായിക്കും കാണുന്നത്, ഈ ലോകത്തിൽ എത്രയോ വിധത്തിലുള്ള തിന്മകൾ, ലേരിയ, നിങ്ങളോട് പോരാടുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ശ്രോതാവേ? എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ലോകത്തിൽ എത്രമാത്രം തിന്മകളാണ് ഓരോ ദിവസവും നിങ്ങൾക്കെതിരെ പോരാടുന്നത്? നിങ്ങളെ തകർക്കുക, നിങ്ങളെ നശിപ്പിക്കുക, നിങ്ങളുടെ സമാധാനം കെടുത്തിക്കളയുക, നിങ്ങൾക്കുള്ള ദൈവസ്നേഹത്തിൽ നിങ്ങളെ അകറ്റിക്കളയുക, അതിനെതിരെ വലിയ തിന്മകളാണ് നിങ്ങൾക്കെതിരെ പോരാടുന്നത്. രാത്രിയോ പകലോ ഏത് സാഹചര്യത്തിലും തിന്മ എപ്പോൾ എവിടെ നിന്ന് വരുമെന്ന് നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ രാത്രിയായാലും പകലായിരുന്നാലും ഏത് സമയത്ത് എപ്പോഴാണ് തിന്മ വരുന്നത് നമുക്കറിയില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അല്ലെങ്കിൽ പകൽ സമയത്ത്, രാത്രി സമയത്ത് നിന്നോട് കൂട്ടം കൂടുന്ന, നിന്നോട് പക്ഷം ചേരുന്ന, നിന്നെ കൂട്ടുപിടിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്റെ സന്തത സഹചാരികളേറെ കാണും. ഒരുപക്ഷെ നിന്റെ ചങ്കെന്നൊക്കെ നീ പറയുന്നവരായിരിക്കും നിന്നെ തിന്മയിലേക്ക് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയണം, അവനത് എന്നാലും എന്നോട് ചെയ്യും, നമ്മളത് എന്നോട് അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചു, അവൾ എന്റെ ചങ്കായിരുന്നു, എന്റെ ചങ്കായിരുന്നു പറയത്തില്ലേ, അങ്ങനെയുള്ളവരാണ് നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ തിന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് സമയത്തും കടന്നു വരാം. അല്ലേലിയ. നിങ്ങളെ തകർക്കുക എന്നുള്ളത് സാത്താന്റെ ലക്ഷ്യമാണ്. അല്ലേലിയ. അവൻ ആദ്യം നിങ്ങളെ ചാക്കിട്ട് പിടിക്കും, നിങ്ങളെ വശീകരിക്കും, പ്രലോഭനങ്ങൾ തരും, മോഹങ്ങൾ തരും, വാഗ്ദാനങ്ങളൊക്കെ അവൻ കാണിച്ചു തരും. എന്നിട്ട് നിങ്ങളെ വശീകരിച്ച് അവൻ നിങ്ങളെ സാവധാനത്തിൽ തിന്മയിലേക്ക് കൊണ്ടുപോകും. രക്തം ചെയ്യണം. അവിടെ തിന്മയ്ക്കെതിരെ നീ പോരാടി ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. തിന്മയ്ക്കെതിരെ നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ പ്രതീക്ഷിക്കാത്ത വേളയിൽ നിങ്ങളുടെ കാലുകൾ കെണികളിലും വലകളിലും അകപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ കെണികളും വലകളും നിങ്ങൾക്ക് വേണ്ടി പിശാച് ഒരുക്കി വെച്ചിരിക്കുകയാണ്. രക്തം ചെയ്യും. നമ്മൾ പറയരേ, ആ മനുഷ്യൻ ചെന്ന് വലിയ കെണിയിൽ ചാടി എന്നൊക്കെ പറയരേ, അവനാ വലയിൽ വീണു, അവനാ കെണിയിൽ വീണു എന്നൊക്കെ നമ്മൾ പറയരേ, ദുഷ്ടൻ ഒരുക്കുന്നതാ. ലേഡിയെ, എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ ഭൂമിയിൽ മനുഷ്യൻ ഈ ലോകത്തിന്റെ ജടികമായ തന്ത്രങ്ങൾ നിന്നെ വലയിൽ അകപ്പെടുത്തി, കെണിയിൽ അകപ്പെടുത്തി നിന്നെ നശിപ്പിക്കുവാൻ, നിന്റെ കുടുംബജീവിതത്തെ, നിന്റെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അനവധി സാത്താന്യ ശക്തികളുണ്ട്. അല്ലേലിയ. നിങ്ങൾ സദസ്യമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും, പലരും ചെന്ന് വലയിൽ വീണ അനുഭവത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ കൂടെ തെറ്റിക്കുവാൻ, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും കൂടെ തെറ്റിക്കുവാൻ, നിങ്ങളെ നിങ്ങളുടെ അപ്പനമ്മമാരെയും കൂടെ തെറ്റിക്കുവാൻ, നിങ്ങളെ വശീകരിച്ചെടുത്ത് വലയിൽ അകപ്പെടുത്തി, കെണിയിൽ അകപ്പെടുത്തി, ചിലരൊക്കെ നിങ്ങളെ സ്വന്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രലോഭനം തരും, മോഹങ്ങൾ തരും. അവിടെ നഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുടുംബമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചിട്ട്, സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട്, മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട്
അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും ഉപേക്ഷിച്ചിട്ട് മറ്റ് സ്ത്രീകളോടൊപ്പം ബന്ധം പുലർത്തും മറ്റ് പുരുഷന്മാരോടൊപ്പം ഇറങ്ങിപ്പോകുന്നവരും എന്താ? കെണിയില, അവര് വലയില. അവര് ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. തൽക്കാലം സന്തോഷമൊക്കെ തോന്നിയാലും പിന്നത്തേതിൽ കണ്ണുനീരാകും. കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങളെ പറഞ്ഞ്, കഴിഞ്ഞ കാലങ്ങളിലെ ആമേലിയ പ്രവർത്തന ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് കുടുംബം തകർന്നുകൊണ്ടിരിക്കും. എത്രയെത്ര വാർത്തകൾ, എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ, എത്രയെത്ര പ്രാർത്ഥന വിഷയങ്ങൾ ഇങ്ങനത്തെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, സഹോദരി, നീ കെണിയിൽ വീഴാതെ, വലയിൽ വീഴാതെ, സാത്താന്റെ തന്ത്രങ്ങളിൽ നീ പെട്ടുപോകാതെ, നീ കർത്താവിന്റെ കരങ്ങളിൽ സൂക്ഷ്മതയോടെ നിൽക്കണം. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുന്നതാണ്, കർത്താവ് വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളും. അല്ലേറിയ വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് അവൻ നിങ്ങളെ വിടിവിക്കും. ഈ ലോകത്തിൽ വല്ലാത്തവര് ദുഷ്ടന്മാരെ കൂടെ നിറഞ്ഞിരിക്കുക. ഒരു മനുഷ്യനിൽ വിശ്വസതയില്ല, ഒരു മനുഷ്യനിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നാം കൂടി വരുന്ന സമൂഹത്തിൽ, സമുദായത്തില്, സഭയില്, ഇടയന്മാരില്, ഭവനത്തില്, ലേറിയ ആരിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. എല്ലാവരും ചതിക്കും, വഞ്ചിക്കും. എല്ലാവരും വഞ്ചിക്കും, ചതിക്കും. ആമെ ചങ്കോട് ചേർത്ത് പിടിച്ച്, നെഞ്ചോട് ചേർത്ത് പിടിച്ച്, പ്രാണനെ തുല്യം സ്നേഹിച്ച സ്വന്തം ഭാര്യ പോലും ചതിക്കുന്നു, സ്വന്തം ഭർത്താവ് പോലും ചതിക്കുന്നു. ലേറിയ പരസ്പരം വഞ്ചിക്കപ്പെടുന്നു. അതാണ് ഈ ലോകമെന്ന് പറയുന്നത്. പ്രൈസലോ. അതിന്റെ ഇടയിലാണ് കർത്താവ് പറയുന്നത്, നീ വഞ്ചിക്കപ്പെടാതെ, നീ ചതിവിലകപ്പെടാതെ, വല്ലാത്തവനും ദുഷ്ടന്മാരുമായിരിക്കുന്ന കയ്യിൽ നീ അകപ്പെട്ട് നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. രക്തം ചെയ്യണം. ലേറിയ പൗലോസ് നമ്മോട് പറയുന്ന ശക്തമായ ദൂത, അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. അല്ലേറിയ. അപ്പൊ ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേറിയ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അല്ലേറിയ വല്ലാത്തവരും ദുഷ്ടന്മാരുമായിരിക്കുന്ന സാത്താന്യ ശക്തികൾ നിങ്ങളെ തകർക്കുവാൻ നിങ്ങൾക്ക് മുമ്പിലുണ്ടെന്നുള്ളത്. പ്രൈസലോ. അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതമായിരിക്കണം. സ്തോത്രം. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് എത്ര തകർച്ചയാണ്, എത്ര അവിശ്വസ്തത നിങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംശയകരമായ ജീവിതം, സംശയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ സംശയമാണ്, മക്കളെ സംശയം, മക്കൾക്ക് അപ്പനമ്മമാരെ സംശയമാണ്, എല്ലാ നിലയിലും സംശയമാണ്. അല്ലേരിയ ഇതെല്ലാം പിശാച് കൊണ്ടുവരും. അല്ലേരിയ യാഥാർത്ഥ്യങ്ങൾ ഒരുപാടുണ്ട് അതിനകത്ത് കേട്ടോ. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ വചനം വായിക്കുന്നത്, അല്ലേരിയ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം അല്ലേരിയ 31 അധ്യായം അതിന്റെ 24 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേരിയ ലാബാൻ യാക്കോബിനെ പിന്തുടരുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം അതിന്റെ 22 തൊട്ട് വായിക്കുമ്പോൾ ഈ യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവരോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രിയിൽ സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. അല്ലേ? അപ്പൊ ലാബാന്റെ അരികിൽ നിന്ന് യാക്കോബ് ഓടിപ്പോയി എന്ന് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ലാബാൻ ഒരു കൂട്ടം ജനമായി യാക്കോബിനെ പിന്തുടരുകയാണ്, യാക്കോബിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാൻ. എന്നാൽ ആ രാത്രിയിൽ തന്നെ യഹോവയായ ദൈവം ലാബാനോട് ഇടപെട്ടു, നീ യാക്കോബിനോട് ദോഷമെങ്കിലും അല്ലേറിയ സ്തോത്രം, അല്ലെങ്കിൽ ഗുണമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിച്ചോണമെന്ന്. ദൈവം യാക്കോബിനെ സംരക്ഷിച്ചു. വല്ലാത്തവരും ദുഷ്ടന്മാരുമായിരിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം പൗലോസ് പറയാ തെസ്സലോനിക്ക സഭയെ സൂക്ഷിച്ചതുപോലെ ഈ യാക്കോബിനെ ലാബാന്റെ കയ്യിൽ നിന്ന് ദൈവം സൂക്ഷിക്കുക. അല്ലേലൂയ. അവിടാണോ ദൈവത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ യാക്കോബിന്റെ രഹസ്യമായ പാലായനം, അല്ലേലൂയ സ്തോത്രം. അമ്മായിയപ്പനും അളിയന്മാരും തന്റെ ശത്രുക്കളായി തീരുന്നത് കണ്ടപ്പോൾ യാക്കോബ് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. എന്നാൽ ആ വിവരം ഭാര്യമാരെ അറിയിച്ച് അവരുടെ സമ്മതത്തോടുകൂടെ
യാക്കോബ് അങ്ങനെ ചെയ്തു എന്നത് ഒരു നല്ല മാതൃകയാണ്. സ്തോത്രം. കണ്ടോ, യാക്കോബ് ഓടിപ്പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നം ഇത്, ആ വചനം വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ലാബാൻ ദോഷം പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന കാര്യം യാക്കോബ് അറിഞ്ഞില്ല. എന്നാൽ കർത്താവ് ആ കാര്യം ആമേൻ ശ്രദ്ധിച്ച് അന്ന് രാത്രി തന്നെ സ്വപ്നത്തിലൂടെ ലാബാനെ എടുക്കൽ, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പോൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ലാബാനും ലാബാന്റെ കൂടെയുള്ള ഒരു യാക്കോബിനെതിരെ ദോഷം വിചാരിക്കുന്നുള്ള യാക്കോബ് അറിഞ്ഞില്ല. പക്ഷെ അത് ദൈവം അറിഞ്ഞു. സ്തോത്രം. ആ കർത്താവ് അറിഞ്ഞിട്ടാണ് ഹല്ലേലൂയ ആമേൻ ലാബാനോട് സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്ക് ഈ ലോകം ചെയ്യുവാൻ പോകുന്ന ദൂഷ്ടത, നിനക്കെതിരെ ഈ ലോകം ചെയ്യാൻ പോകുന്ന പൈശാചികമായ തന്ത്രങ്ങളെ നീ അറിയുന്നതിന് മുമ്പേ കർത്താവ് അറിയുന്നുണ്ട്. നിനക്ക് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ, നിനക്ക് നേരെ കടന്നു വരുന്ന ആക്രമങ്ങളെ ചെറുത്തു നിൽപ്പാൻ കർത്താവ് നിനക്കോട് കൂടെ ഉണ്ടെന്ന് യാക്കോബിനോട് കൂടെ ഇരുന്ന ദൈവം നിന്നോട് കൂടെ ഇരിക്കും. രക്തജയം. അത് നീ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതനാ. തെസ്സലോനിക്ക സഭ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം, ദോഷം പ്രവർത്തിപ്പാനായി വന്ന കരങ്ങളെ കർത്താവ് നന്മ ചെയ്യുന്ന കരങ്ങളാക്കി മാറ്റി, നിയമം ചെയ്യുന്ന കരങ്ങളാക്കി മാറ്റി. അപ്പൊ യാക്കോബിനെതിരെ തിന്മ ചെയ്യുവാൻ, യാക്കോബിനെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ യാക്കോബിനെ അനുഗമിച്ച ലാബാനെ കൂട്ടരെയും ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ തിന്മ പ്രവർത്തിക്കാൻ കടന്നു വന്ന ലാബാനെ കൊണ്ട് യാക്കോബുമായിട്ടൊരു നിയമം ചെയ്യിപ്പിച്ചു. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നിങ്ങളെ വേദഭാഗം താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, നിങ്ങൾ വിശ്വസ്തയോടു കൂടി നിന്നാൽ ദൈവം നിങ്ങളെ മാനിക്കും. അല്ലേ, ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ ദൈവത്തിന് കഴിയും. അല്ലേ ഏരിയ, നിങ്ങളുടെ ശത്രുക്കളെ മിത്രങ്ങളാക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ലേ ഏരിയ, ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നീ ജീവിതത്തിൽ ഭാരപ്പെട്ടു പോകണ്ട. അല്ലേരി, യാക്കോബിനെ കാത്തു സൂക്ഷിച്ചൊരു ദൈവമുണ്ട്, നിന്നെ കാത്തു സൂക്ഷിക്കും. യാക്കോബിന്റെ കടന്നു വന്ന വലിയ ലാബാന്റെ തന്ത്രത്തെ നീക്കിക്കളയുവാൻ യഹോവയായി ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, രക്തം ചെയ്യാം. നിനക്കെതിരെ ഈ ലോകം ഒരുക്കുന്ന സകല തന്ത്രങ്ങൾ ദൈവം നിന്നെ വിടിവിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയും ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് നമ്മൾ എബ്രായ ലേഖനം 13 വായിക്കുന്നത് പോലെ നിന്നെ കൈവിടാതെ, നിന്നെ ഉപേക്ഷിക്കാതെ സദാസമയം മാറോട് ചേർത്ത് പിടിക്കുന്നവനാണ് യേശു കർത്താവ്. അതാണ് കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ യോസേഫിന് എത്രയോ തിന്മകൾ അവന്റെ ജീവിതത്തിൽ വന്നു. അവന്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിയിലേക്ക് ഇട്ടു, മിദ്യാന്യർക്ക് വിറ്റുകളഞ്ഞു, പോത്തിഫറിന്റെ വീട്ടിൽ അടിമവേല ചെയ്യേണ്ടി വന്നു, അവന്റെ പേരിൽ അന്യായമായി കുറ്റം ചുമത്തപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. തന്റെ വസ്ത്രം ഉരിഞ്ഞ് കളഞ്ഞവൻ ഓടേണ്ടി വന്നു തിന്മയിൽ നിന്ന്. അത്രമാത്രം ഹല്ലേലൂയ തിന്മകളുടെ മധ്യത്തിൽ പോലും ഹല്ലേലൂയ കർത്താവ് യോസേഫിനെ മാനിച്ചുയർത്തി. ഹല്ലേലൂയ. വല്ലാത്തവരും ദുഷ്ടന്മാരുമായിരിക്കുന്ന തന്റെ സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് യോസേഫിനെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു, മിദ്യാന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു, പോത്തിഫറിന്റെ വീട്ടിൽ അടിമവേല ചെയ്യേണ്ടി അവിടുന്ന് വിടുവിച്ചു. അവൻ അന്യായമായി അവിടെ പീഡിപ്പിക്കപ്പെട്ടു, അവിടെ നിന്നും ദൈവം വിടുവിച്ചു. കാരാഗ്രഹത്തിലകപ്പെട്ടു, അവിടെ നിന്ന് യോസേഫ് വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ സകല തിന്മയിൽ നിന്നും കർത്താവ് യോസേഫിനെ കാത്തു സൂക്ഷിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്നെ സകല തിന്മയിൽ നിന്നും കർത്താവ് കാത്തു സൂക്ഷിക്കും. രക്തം ചെയ്യും. നിന്നെ തകർക്കുവാൻ, നിന്നെ ഒടുക്കിക്കളയുവാൻ വേണ്ടി പിശാച് ഒരുക്കിക്കൊണ്ടുവരുന്ന സകല തിന്മയിൽ നിന്നും യോസേഫിനെ കാത്തു സൂക്ഷിച്ചൊരു ദൈവമുണ്ട്. യാക്കോബിനെ ലാബാന്റെ കയ്യിൽ നിന്നും കാത്തു സൂക്ഷിച്ചൊരു ദൈവമുണ്ട്. തെസ്സലോനിക്ക സഭയെ വല്ലാത്തൊരു ദുഷ്ടന്മാരുടെ കയ്യിൽ വകപ്പെടാതെ വണ്ണം കാത്തു സൂക്ഷിച്ച് ഉറപ്പിച്ച് നിർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽ നിന്നോട് പറയുക, നിന്നെയും കാത്തു സൂക്ഷിച്ചുറപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. സകല തിന്മയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. നിനക്ക് നേരെ കടന്നു വരുന്ന തിന്മകളെ മുൻകൂട്ടി അറിയുന്നവനാ ദൈവം. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന സകല തിന്മയും
മുൻകൂട്ടി അറിയുന്നവനാ ദൈവം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഈ യോസേഫൊക്കെ എത്രമാത്രം തിന്മയിലൂടെ കടന്നുപോയ വ്യക്തിയാ. ആമി എത്രമാത്രം തിന്മയിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. 17 വയസ്സുള്ളപ്പോഴാണ് യോസേഫ് തന്റെ സഹോദരന്മാരെ കാണാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ. ആ 17ാമത്തെ വയസ്സിൽ തന്നെ അവൻ ഹല്ലേലൂയ മിസ്രൈമിലേക്ക് പോയി. ഹല്ലേലൂയ. നീണ്ട 13 വർഷം യോസേഫ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു നമ്മൾ വായിക്കുന്നത്. അപ്പൊ 13 വർഷം എന്ന് പറയുന്നത് യോസേഫിന്റെ ജീവിതത്തിൽ തിന്മയുടെ കാലഘട്ടമായിരുന്നു. ഹല്ലേലൂയ. ഈ 13 വർഷം എത്രമാത്രം കഠിനമായ തിന്മയിലൂടെ വേദനയിലൂടെയാണ് യോസേഫ് കടന്നുപോയത്. അവിടെയൊക്കെ ദൈവം യോസേഫിനെ കരങ്ങളിൽ സൂക്ഷിച്ചു. പിന്നത്തെ ഇത് യോസേഫിനെ ദൈവം മാനിച്ചു, അനുഗ്രഹിച്ചു. ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു. പിന്നെ സംഭവിച്ചത് മിസ്രയീമിന്റെ രണ്ടാമനായി അവനെ ഉയർത്തി. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒരുപക്ഷെ തിന്മ നിറഞ്ഞ അനുഭവമായിരിക്കും നിന്റെ ജീവിതത്തിൽ. തിന്മകൾ കൊണ്ട് നിന്റെ ശത്രു തകർക്കുവാൻ പല പദ്ധതി ആവിഷ്കരിച്ചേക്കാം. നീ ഭാരപ്പെട്ടു പോകണ്ട. നിനക്ക് വേണ്ടി ദൈവം ഒരു ദിവസം കരുതി വെച്ചിട്ടുണ്ട്. തിന്മയിൽ നിന്ന് നിന്നെ നന്മയിലേക്ക് നടത്തുവാൻ, നന്മയിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ ഉയർത്തുവാൻ ഒരു ദിവസം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുന്ന നാളുകളാണിത്. ഹല്ലേലൂയ. നീ വിശ്വസ്തയോടെ ദൈവത്തിൽ നിൽക്കുന്നെങ്കിൽ നിന്നെ വിടിവിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങളെ, ഹല്ലേലൂയ, ഒരുപക്ഷെ നിങ്ങൾ ആരോടും പറയാതെ നിങ്ങൾ സ്വന്തമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷയങ്ങൾ കാണും. സ്വന്തമായിട്ട് നിങ്ങൾ വളരെ നീറലനുഭവിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് കാണും. ഹല്ലേലൂയ. ആരോടും പറയാൻ കഴിയാത്ത ചില രഹസ്യമായ ജീവിതം, രഹസ്യമായ വിഷയങ്ങൾ, ചില രഹസ്യമായ രോഗങ്ങൾ നിങ്ങൾക്ക് കാണും. ഹല്ലേലൂയ. ഈ എല്ലാ രോഗങ്ങളും നമ്മൾ ആരോടും പറയത്തില്ല. ചില രോഗങ്ങളൊക്കെ നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കും. ഹല്ലേലൂയ. മനുഷ്യ ജീവിതം അങ്ങനെയാണ്. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ആരോടും പറയത്തില്ല. ചിലതൊക്കെ നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കും. ചില പ്രതിസന്ധികളൊക്കെ നമ്മളെ മാത്രം ഞെരുക്കുന്നതായിരിക്കും. അതൊന്നും നമ്മൾ ആരോടും പറയാതെ അതെല്ലാം നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കും. അങ്ങനെ നിന്റെ ജീവിതത്തിൽ മറ്റാരോടും പറയുവാൻ കഴിയാത്ത നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സകല തിന്മയിൽ നിന്നും, അല്ലെങ്കിൽ സകല രോഗത്തിൽ നിന്നും, സകല ബന്ധനത്തിൽ നിന്നും, സകല പ്രതികൂലത്തിൽ നിന്നെ വിടിവിക്കുവാൻ കഴിയുന്ന ഒരു യേശു നിനക്കുണ്ടെന്നുള്ളത് നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരി സ്തോത്രം, നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ലേഡി, അതാണ് പൗലോസ് പറയുന്നത്, കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. തെസ്സലോനിക്ക സഭയ്ക്ക് ഇത്രമാത്രം ശക്തമായി ദൂത് കൊടുക്കാമെങ്കിൽ ഇന്ന് പകൽ ആ ദൂത് നമ്മോട് സംസാരിക്കുക, രക്തം ചെയ്ത് നിങ്ങളോട് സംസാരിക്കുക. വ്യക്തിപരമായ രീതിയിൽ ആ ദൂത് നിങ്ങളോട് ഇടപെടുകയാണ് നിന്റെ സകല പ്രശ്നത്തിൽ നിന്നും. പ്രൈസോ. ഒരുപക്ഷെ നാളുകളായി നീ ചില വിഷയത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നാളുകളായി നീ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ മറ്റുള്ളവർ നിന്നെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവർ നിന്നെ നോക്കി കളിയാക്കുന്നുണ്ടായിരിക്കാം. പലരും നിനക്ക് നേരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. പലരും നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ നോക്കി പലതും പറയുന്നുണ്ടായിരിക്കാം. പലതും പറഞ്ഞവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ വല്ലാത്തവരും ദുഷ്ടന്മാരും നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് നിന്നെ കാത്തു വിടിവിച്ച് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കണം കേട്ടോ. രക്തം ചെയ്യും. ഒരുപക്ഷെ നിന്റെ ഭർത്താവ് മദ്യപാനിയായിരിക്കാം, നിന്റെ ഭാര്യ മദ്യപാനിയായിരിക്കാം, നിന്റെ മക്കൾ മദ്യത്തിന് അടിമപ്പെട്ടേക്കാം. നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ ഭാര്യ ദൈവഹിതമല്ലാത്ത വഴിവിട്ട ജീവിതം നയിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ നിന്റെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കത്തില്ലാതിരിക്കുക, നിന്റെ മാതാപിതാക്കൾ വഴിവിട്ട ജീവിതമായിരിക്കുക. ഏതുമാകട്ടെ, അല്ലെങ്കിൽ നീ ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പൗലോസ് പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളെ അതിൽ നിന്ന് വിടിവിക്കുവാൻ, നിന്റെ മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് നിന്നെ വിടിവിക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന നിങ്ങൾ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചൊരാമേനൊക്കെ പറഞ്ഞാട്ട് ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായിട്ട് ഇടപെടുമ്പോൾ നിന്റെ മനസ്സിന്റെ പ്രശ്നങ്ങളെ, നിന്റെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങളെ ദൈവം നീക്കിത്തരും. ഹല്ലേലൂയ.
ഞാൻ മുമ്പ് ആവർത്തിച്ചൊരു ഭാഗം കൂടി പറയട്ടെ. ലാബാനും കൂട്ടരും യാക്കോബിനെതിരെ വരുന്നുവെന്ന് യാക്കോബ് അറിയാതിരിക്കെ, അല്ലേരിയ, ദൈവം അറിഞ്ഞിട്ട് ലാബാനെ, അല്ലേരിയ, ആമീൻ, സ്തോത്രം, ദൈവം സന്ദർശിച്ചു. യാക്കോബിന് ഗുണമാകട്ടെ ദോഷമായിക്കട്ടെ പറയാതിരിപ്പം നോക്കിക്കളണമെന്ന് അല്ലേരി ലാബാന് മുന്നറിയിപ്പ് കൊടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽ നിന്നക്കും എതിരെ എഴുന്നേൽക്കുന്ന ദൂഷ്ടശാസ്ത്രവിനെതിരെ ആമീൻ ദൈവം പ്രവർത്തിക്കും. അല്ലേരി, നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതമായി ഉറപ്പോടെ ഇരിക്കുക. അത്രമാത്രം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അല്ലേലൂയ, യോസേപ്പിന് നേരെ കടന്നു വന്ന സകല തിന്മകളുടെ മധ്യത്തിലും ആമീൻ യോസേപ്പിനെ കർത്താവ് കാത്തു സൂക്ഷിച്ചുയർത്തി മിസ്രയീമിനെ ഉയർന്ന അധികാരിയാക്കി മാറ്റി. അതേ തിന്മയിൽ നിന്നും കാക്കുന്നതിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. അതേ സകല തിന്മയിൽ നിന്ന് നമ്മെ കാക്കുന്നതിൽ വിശ്വസ്തനാണ് ദൈവം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എത്രയോ തിന്മയിലേക്ക് പോകാനുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ വന്നു, തിന്മയിലേക്ക് പോകാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു, അല്ലേ? അവിടെ എല്ലാം കർത്താവ് നിങ്ങളെ സൂക്ഷിച്ചില്ലേ? ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു ഫോൺ വിളിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആകട്ടെ, നിങ്ങളുടെ ചങ്കാകട്ടെ, എന്തുമാകട്ടെ, അവരോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും നിങ്ങൾ സൂക്ഷിച്ചു വേണം. പണ്ട് കാലത്തെ പോലെ അല്ല ഈ കാലം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ ഏത് സമയത്തും വലയിൽ അകപ്പെടുത്താൻ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ പോലും നോക്കിയിരിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടില്ലേ? രഹസ്യമായിട്ട് ഫോണിൽ സംസാരിച്ച വിഷയങ്ങളൊക്കെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ പുറത്തുവിടുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അതേ വല്ലാത്തവരും ദുഷ്ടന്മാരും പെരുകിക്കൊണ്ടിരിക്കുക, അല്ലേരിയ. അപ്പൊ നിന്റെ വാക്കുകൾ പോലും, നീ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് പോലും നീ സൂക്ഷിക്കണം, രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, നീ സംസാരിക്കുന്ന വിഷയങ്ങൾ പോലും ഈ ലോകം ചോർത്തിയെടുക്കും. അല്ലേലിയ, നീ രഹസ്യമായിട്ട് നിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് നിന്റെ വിഷയം നീ പങ്കുവെച്ചത് പോലും ചോർത്തിയെടുത്തിട്ട് അത് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കത്തക്ക നിലയിൽ നിന്നെ തകർക്കുന്ന, നിനക്ക് മാനഹാനി വരുത്തുവാൻ കഴിയുന്ന തരത്തിൽ പിശാച് തന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് നീ ഫോണിൽ കൂടെ പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, അല്ലേലി. അതെല്ലാം എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്ക് നിങ്ങൾ നേരിട്ട് സംസാരിക്കണം, മുഖാമുഖമായി സംസാരിക്കണം, അല്ലേലിയ. ഞാനിത് പറയുമ്പോൾ എന്നെ ഒരുപാട് പേര് ഫോണിൽ വിളിക്കാറുണ്ട്. ഒരുപാട് പേര് ഫോണിൽ വിളിച്ച് അവരുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ചില പ്രാർത്ഥന വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും, സങ്കടം തോന്നും, ഭയമൊക്കെ തോന്നും. അപ്പൊ നമ്മളവിടെ തിരിച്ച് വാക്കുകൾ പറയുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം, അല്ലേരിയ. കാരണം അവര് പറയുന്നത് പ്രാർത്ഥന വിഷയമാണെങ്കിലും അവര് പറയുന്നവരുടെ വിഷയങ്ങളാണെങ്കിലും അതിനകത്തെ ഉള്ളുകളികൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. ചതിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, അല്ലേരിയ. ചില മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് അവരുടെ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അവതരിപ്പിച്ചു. അപ്പൊ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ആ വാക്കുകളും സംസാരങ്ങളും ശരിയല്ല എന്ന് തോന്നി. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ ചതിയന്മാരുടെ വാക്കുകൾ പോലെ ആ വിഷയങ്ങൾ എൻ്റെ കാതുകളിലേക്ക് വന്നപ്പം ഞാൻ വളരെ സൂക്ഷ്മതയോടെ സംസാരിക്കാൻ തുടങ്ങി. എനിക്കറിയാം, എന്തെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് നമ്മളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് പിറ്റേ ദിവസം സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ച ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, ആ പാസ്റ്റർ അങ്ങനെ സംസാരിച്ചുവെന്ന് നമ്മെ ചതിവിൽ അകപ്പെടുത്തുവാൻ സാത്താൻ രാവും പകലുമില്ലാത്ത തന്ത്രങ്ങൾ വരെ. ഞാൻ വളരെ കടിഞ്ഞാണിട്ട് വളരെ സൂക്ഷ്മതയോടെ ആ വിഷയം കൈകാര്യം ചെയ്തു. അല്ലെങ്കിൽ അവസാനം ആ പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഫോൺ ഓഫ് ആക്കിയിട്ട് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ചതിവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ വളരെ സൂക്ഷിക്കും. നിങ്ങളുടെ ഓരോ വാക്കുകളും പിശാച് പിടിച്ചെടുക്കും, അല്ലേ? നിങ്ങൾ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ഈ ലോകമായി കഴിഞ്ഞിരിക്കുന്നു. രഹസ്യങ്ങൾ പോലും ആരോടും പറയാൻ കഴിയാത്ത നിലയിലായി. ആരോടും പറയരുതെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ അവർ 1000 നോട്ടീസ് അടിച്ചത് പറയും, അല്ലെങ്കിൽ പലരോടും പറയും. എന്നിട്ട് നിങ്ങൾ ആരോടും പറയരുത്. ആ പറയുന്ന വ്യക്തിയോട് നിങ്ങൾ ആരോടും പറയും. ഇങ്ങനെ പറഞ്ഞു
അതുകൊണ്ട് എന്ത് ചെയ്യണം? വല്ലാത്തവരും ദുഷ്ടന്മാരെ കൊണ്ടും ചതിയന്മാരെ കൊണ്ടും നിറയപ്പെട്ട ഭൂമിയിൽ തെസ്സലോനിക്ക സഭയെ ദൈവം കാത്തു സൂക്ഷിച്ചതുപോലെ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിന് എത്രയോ പരീക്ഷകൾ നേരിട്ടു. അവന് ദോഷം പ്രവർത്തിപ്പാനായി രാജാവിന്റെ പ്രതിനിധികൾ എല്ലാവരും ചതിയാലോചന നടത്തി. അവനെ പിടിച്ച് സിംഹഗുഹയിലേക്ക് എറിയുവാനായി രാജാവ് കൽപ്പിച്ചു. എന്നാൽ കർത്താവ് തിന്മയിൽ നിന്നും അവനെ കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിനെതിരെ വലിയ തിന്മകൾ, വലിയ പരാതികൾ, രേഖകൾ കൊണ്ടുവന്നു. ദാനിയേലിനെ ഏതെങ്കിലും വിധത്തിൽ തകർത്ത് കളയുവാൻ രാജാവിന്റെ അനുയായികൾ ചെന്ന് പറഞ്ഞ് രാജാവിനെയും കണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ആ തിന്മയിൽ നിന്ന് ദാനിയേലിനെ കാത്തു സൂക്ഷിച്ചു. ദാനിയേലിനെ കാത്തു സൂക്ഷിക്കുന്നതിനും ദോഷം അടുക്കാതെ ഹല്ലേലൂയ രക്ഷിക്കുന്നതിനും നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം ഭയങ്കര വിശ്വസ്തനാണ്. ദാനിയേലിനോട് വിശ്വസ്തത പുലർത്തിയവൻ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോട് വിശ്വസ്തത പുലർത്തിയ ദൈവം. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറയുന്നത് തീക്കകത്ത് വീണ് തീക്കുണ്ടത്തിനകത്ത് തിരിഞ്ഞു തീരാതെ ഹല്ലേലൂയ നാലാമനായി ഇറങ്ങി വന്ന് ഹല്ലേലൂയ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോട് ദാനിയേലിനോട് വിശ്വസ്തത കാണിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നോടും വിശ്വസ്തത കാണിക്കും. അതുകൊണ്ട് 121 സംഗതി 7 വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഹല്ലേലൂയ. അത് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. നിന്റെ പ്രാണനെ യഹോവ പരിപാലിക്കുമെന്ന് സംഗീതക്കാരൻ പറയുക. ഓർത്തു നോക്കിയാട്ടെ, തെസ്സലോനിക്ക സഭയോടുള്ള ദൂതില്, യാക്കോബിനുള്ള ദൂതില്, യോസേപ്പിനുള്ള ദൂതിനകത്ത് ദാനിയേലിനോടും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനുള്ള ദൂതുകൾ നോക്ക്. അവരുടെ നേരെ എത്രമാത്രം തിന്മകളാണ് കടന്നു വന്നത്, തിന്മയുടെ എത്ര അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ അതിലൊക്കെ അകപ്പെടാതെ വേണം തിന്മയിൽ അവരെ വിടുവിച്ച് അവരെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് ദൂത് പൗലോസ് പറയുമ്പം പറയാണ്, കർത്താവ് വിശ്വസ്തൻ, അല്ലെങ്കിൽ അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം കാത്തുകൊള്ളും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ കാത്തു സൂക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യാം. എല്ലാ തിന്മയിൽ നിന്നും ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന മുടക്കുവാൻ, നിന്റെ ആരാധന മുടക്കുവാൻ, നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് ഇല്ലായ്മപ്പെടുത്തുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പിശാച് തിന്മയുമായി നിനക്കെതിരെ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ആ തിന്മയിലേക്ക് നീ വീണ് പോകാതെ നീ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കണം. ഹല്ലേലൂയ. തിന്മയെ നീ വലിച്ചെറിഞ്ഞ് നന്മയോട് ചേർന്ന് യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ അവൻ നിന്നെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ വളരെ വിശ്വസ്തത ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ഒരു ദോഷവും തട്ടാതെ വേണം എന്ന് പറയുക എന്ന് പറഞ്ഞ സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ സംഗീതക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, എന്തുകൊണ്ടെന്നാൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത പലവിധ ദോഷങ്ങളാൽ നിറയപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് വിശ്വസ്തനായിട്ട് നമ്മളോട് കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരോട് അവതരിപ്പിക്കാൻ കഴിയാത്ത, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത പലവിധമായ തിന്മയുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ അതിൽ നിന്നെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. എത്താൻ ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയും, മറ്റൊരാളോട് പറയുവാൻ കഴിയാത്ത, മറ്റൊരാളോട് അവതരിപ്പിക്കാൻ കഴിയാത്ത ചില തിന്മയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടില്ലേ? നിങ്ങളിൽ പലരും അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചില വിഷയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. മറ്റൊരാളോട് പറയാൻ കഴിയാത്ത, മറ്റൊരാളോട് അവതരിപ്പിക്കുവാൻ കഴിയാത്ത ചില തിന്മയുടെ വാക്കുകൾ, ചില തിന്മയുടെ അനുഭവങ്ങൾ, ചില തിന്മയുടെ ശോധനകൾ എനിക്ക് നേരെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വളരെ മനസ്സ് ഭാരപ്പെട്ട് പ്രയാസത്തിൽ, സങ്കടത്തിലായിട്ടുണ്ട്. എന്ത് ചെയ്യും, എങ്ങനെ ഒരു പ്രതിവിധി കണ്ടെത്തും, ആര് രക്ഷിക്കുമെന്നൊക്കെ ചിന്തിച്ചു പോയ ചില സാഹചര്യങ്ങൾ എനിക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തിന്റെ ഉറപ്പോടുകൂടി നിന്നതുകൊണ്ട് ദൈവം വല്ലാത്തവരും ദുഷ്ടന്മാരും ചതിയന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകാതെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ച ജീവിതത്തിൽ അനുഭവമുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടാകാം. നിങ്ങളും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ ദൈവം നിന്നെ കാത്തു സൂക്ഷിച്ചു. കർത്താവ് വിശ്വസ്തനാ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കർത്താവ് വിശ്വസ്തനാ.
നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തരാൻ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽ ഹൃദയ നുറുക്കത്തോടെ ഹൃദയവേദനയോടെ നീ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന് ദൈവം മറുപടി തരാൻ വിശ്വസ്തനാ. നിന്റെ സങ്കടങ്ങളെ നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ ആവലാദികൾ മാറ്റുവാൻ, നിന്റെ പരാതികളെ പരിഭവങ്ങളെ മാറ്റുവാൻ ഇന്ന് പകൽ യേശു വിശ്വസ്തനാ കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നത് 89 സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്ക്. ആ സങ്കീർത്തനം മുഴുവനും കർത്താവിന്റെ വിശ്വസ്തതയെ കുറിച്ച് വിവരിക്കുന്നതാ. വീണ്ടും ആ സങ്കീർത്തനം വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കർത്താവിന്റെ വിശ്വസ്തതയെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ വിശ്വസ്തതയുള്ളവരായിരുന്നാൽ നിങ്ങൾ വിശുദ്ധന്മാർക്ക് തുല്യമായിരിക്കും. അതെ, കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ വിശ്വസ്തയോടു കൂടി നിന്നാൽ നിങ്ങൾ വിശുദ്ധന്മാർക്ക് തുല്യമായ പദവിയിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കും. അപ്പോൾ ദൈവം വിശ്വസ്തനായിരുന്ന സകല തിന്മയിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ആമേൻ തിന്മയിൽ നിന്ന് വിടുവിക്കപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ വചനം പറഞ്ഞ 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. പൗലോസ് പറയുകയാണ്. പൗലോസ് പറയുകയാണ്, അതിലൊരു തിമോഥെയോസിന് പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവിന്റെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച്, കർത്താവിന്റെ സകല ദുഷ്പ്രവൃത്തി പിടിവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിൽ രക്ഷിക്കും. അതേ സ്നേഹിത, അതേ മാതാവേ, സകല ദുഷ്പ്രവൃത്തി നിന്നെ വിടുവിച്ച് സ്വർഗീയ രാജ്യത്തിൽ നിന്നെ കാത്തു സൂക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്ന ദൂത് തെസ്സലോനിക്ക സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഹല്ലേലൂയ, കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഹല്ലേലൂയ കാത്തുകൊള്ളും. തെസ്സലോനിക്ക സഭയുടെ സകല വിഷയങ്ങൾക്കും മറുപടി തരുവാൻ യഹോവയായ ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തുവിന് കഴിഞ്ഞെങ്കിൽ പഴയ നിയമഭക്തന്മാരെയും പുതിയ നിയമഭക്തന്മാരെ ആദിമസഭയിൽ ആയിരുന്ന അനവധി നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ തിന്മയിൽ വിടാതെ കാത്തു സൂക്ഷിച്ചൊരു ദൈവം ഇന്ന് പകൽ നിന്നെയും തിന്മയിൽ പെട്ടുപോകാതെ കാത്തു സൂക്ഷിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാകാം. ഇന്ന് പകൽ ആരെങ്കിലും ജീവിതത്തിൽ കഷ്ടതയുടെ കടന്നു പോകുന്നെങ്കിൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് നിന്റെ വിഷയത്തിന് മറുപടി ദൈവം ആഗ്രഹിക്കുന്നു. നീ കടന്നു പോകുന്ന സകല ശോധനയുടെ നടുവിലും ആ വിഷയത്തിന് ദൈവം നിന്നെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നെ മാനിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ നഷ്ടങ്ങളെ മുഴുവൻ ലാഭമാക്കുവാൻ, നിന്റെ രോഗങ്ങളെ നീക്കിത്തരുവാൻ, നിന്റെ ശാപം പാപം എല്ലാം മാറ്റുവാൻ, നിനക്ക് നിന്നെ പ്രതിയോഗി കൊണ്ടുവരുന്ന സകല തിന്മയും നിന്നെ വിടുവിച്ച് ദൈവരാജ്യത്തിൽ നിന്നെ കാത്തു സൂക്ഷിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് പകൽ യേശുവിനോട് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കാമോ? ലോകത്തിന്റെ തിന്മയിൽ നിന്ന് വിട്ട് സ്വർഗീയ രാജ്യത്തിന്റെ അവകാശിയായി മാറുവാൻ കർത്താവിനോട് ചേർന്ന് വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ അവൻ നിങ്ങളോട് വിശ്വസ്തത നിവർത്തിക്കുക തന്നെ ചെയ്യും. അനുഭവത്തിനായി നിങ്ങൾ ഇത് വിട്ടുകൊടുക്കുക. യേശുവേ, അങ്ങയുടെ സന്നിധി എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ ജീവിതം തിന്മയിൽ നിന്ന് വിടുവിച്ച് അങ്ങയുടെ സന്നിധി നന്മ മാത്രം പ്രവർത്തിച്ച് അങ്ങയുടെ കരങ്ങൾ സുരക്ഷിതമായിരിക്കേണ്ടതിനായി എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെറിയ കുള്ളിട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്നതാണ് എല്ലാ ജനത്തെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണഭേദാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ ഭരിക്കുന്നവരുടെ ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അല്ലെങ്കിൽ കർത്താവിന്റെ BSF ഭദ്രതയിൽ കാക്കുന്നവരെ, നിയമനിർമ്മാണ രംഗത്ത് ക്രമസമാധാന പാലകരെ, രഹസ്യ രക്ഷമാക്കളെ, ജുഡീഷ്യറി, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, കർത്താവ് കരയിലും കടലിലും ആകാശമാർഗം വാഹനോടി യാത്രയും വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്നവർ, അല്ലെങ്കിൽ വലിയ ചെറുതുമായ വ്യാപാരികൾ, വ്യവസായികളെയും വിവിധ ഖനികളിലും കമ്പനികൾ, ഫാക്ടറികളും സമുദ്രാടങ്ങളും ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടൈച്ച് ഡ്രൈവേഴ്സിനെയും, കർത്താവ് സഹകരണ പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക, ബാങ്കിങ് മേഖലയില് സകല ജനത്തെയും വലിയൊരു ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് മദ്യത്തിനും മയക്കും മത്സരത്തിൽ അടിപ്പെട്ട് കിടക്കും തീവ്രവാദ, ഭീകരവാദ, വർഗീയ കലാപങ്ങളിൽ പെട്ടുകിടക്കുന്നവർ, വിധമായി ക്രിയാമി ബന്ധനത്തിൽ അകപ്പെട്ട്
ശാപത്തിലും പാപത്തിലും രോഗത്തിലും തിന്മയിൽ വീണ് കിടക്കുന്നവർ ഇന്ന് പകൽക്കാലം വിടിവിക്കപ്പെടണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ. കേരളത്തിന്റെ 14 ജില്ലകളിൽ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു. 3,47,00,000 ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ അന്യസ്ഥാന തൊഴിലാളികളുടെ ജീവിതത്തെ ഭാവി തിന്മയിൽ വിടിവിക്കപ്പെടാൻ ഇന്ത്യയുടെ 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശം 140 കോടിയിലധികം ജനം തിന്മയിൽ വിടിവിക്കപ്പെടും. 6 ലക്ഷത്തിലെ ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കപ്പെടുവാൻ ലോകരാജ്യങ്ങളുടെ 7 ഭൂഖണ്ഡങ്ങൾ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളായി 800 കോടി ജനത്തിന്റെ തിന്മയിൽ വിടിവിക്കപ്പെടും. എല്ലാ ഫറാദിയന്മാരെയും ന്യായാധിപന്മാരെയും എല്ലാ കർത്താവ് തിന്മയിൽ വിടിവിക്കപ്പെടുവാൻ മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന രംഗത്ത്, ചരിത്രവാദിയ, മീഡിയ രംഗത്ത്, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെ, എല്ലാ മത നേതാക്കന്മാരെ, എല്ലാ ഭരണദേശ പാർട്ടികളും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ദേശത്തും വിദേശം പഠിക്കാൻ കടന്നുപോയി ജോലിക്കുന്നവർ, അവിടെ തിന്മയിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് നാട്ടിലേക്ക് കടന്നു കഴിയാതെ മാനവിസ പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, മണലാളിന് കഷ്ടസഹിക സാലറി കിട്ടാത്തവർ, ദേശരാജ്യം കടന്നുപോയി പീഡനമനുഭവിക്കുന്ന സൗകര്യമാർ എല്ലാവരും ദൈവം വിട്ടിരിക്കണമേ. സുവിശേഷപരമായി ദേശത്തും വിദേശത്തും കടന്നുപോയി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസദാസന്മാർ തിന്മയിലൂടെ കടന്നു പോകുന്നവരെ ഇവിടെയും ജയിൽ ശിക്ഷ വിട്ടിരിക്കണം. എന്റെ ശേഷത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിൽ ആലംബരത്തിലും വശമരും ആഴ്ചകൾ ഓർഫണേജ് ഓട്ടം തടമുറയിലായിരിക്കുന്നവർക്കായി ഒരു വിടുതൽ കൊടുക്കണമേ. പ്രാർത്ഥിപ്പാ. ദേശം മുഴുവൻ കനത്ത മഴ, കാലവർഷം പെയ്തിറങ്ങും, വലിയ നാശനഷ്ടങ്ങൾ, മണ്ണിടിച്ചിലും മലയിടിച്ചിലുകൾ ഉൾപ്പെട്ടുള്ള നാശനഷ്ടങ്ങൾ, ജലപ്രളയം, വേമഹാരിയും കാറ്റും കൊടുങ്കാറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിനോട് ജനത്തെയോട് സൂക്ഷിക്കണം, പരിപാലിക്കണമേ. അനവധി മരണങ്ങളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലവില് കർത്താവ് ജനത്തിൽ മഹാവ്യാധികൾ, ഡെങ്കിപ്പനി, എലിപ്പനി, കർത്താവ് ഇതുപോലെ നിപ്പ വൈറസ് അടക്കമുള്ള വിവിധ വ്യാധികൾ പെരുകുമ്പോൾ അതിന്റെ നടുവില് ഈ ജനത്തെല്ലാം കർത്താവ് സൂക്ഷിക്കണം. തലമുറ ദൈവം സൂക്ഷിക്കണമേ. യാത്ര ചെയ്തിട്ട് ദൈവം സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കുന്നു. സകലമകത്തു എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.